ഒരു സമയത്ത് VD സതീശന്റെ വലങ്കൈ ആയിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീ വിഷയം ഉണ്ടായ സമയത്ത്, ഗർഭചിത്ര കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് VD സതീശന്റെ എടുത്ത നിലപാടുകൾ ഇവരെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. അതിനുശേഷമാണെന്ന് തോന്നി ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തോട്ട് വരുന്നത് നമ്മളൊക്കെ കേട്ടതും. അപ്പം ഇപ്പൊ വരുന്ന ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പിൽ ആണ് KC വേണുഗോപാലിനൊപ്പമാണ് ഇപ്പം. അത് ആ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇത്രയും MLA-മാരുടെ പിന്തുണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് അഹോരാത്രം പരിശ്രമിച്ച ഒരാൾ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലാണ് ഇത്രയും MLA-മാരെ കണ്ടതും സംസാരിച്ചതും KCക്ക് വേണ്ടി ഇത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതും. അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതായത് VD സതീശനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. കാരണം ഈ VD സതീശന്റെ അന്നേരത്തെ ഒരു നിലപാടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി ഇങ്ങനെ ഒരു സ്ത്രീ പീഡന ആരോപണം ഉയർന്നു വരികയും ഗർഭഛിദ്ര ആരോപണം അടക്കം ഒരെണ്ണമൊന്നും അല്ലല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പീഡന ആരോപണങ്ങളല്ലായിരുന്നു. ഒരു യുവതി വന്നിരുന്നു, പരാതി പറയുന്നു, അതിനുശേഷം വീണ്ടും അടുത്ത യുവതി വരുന്നു, ഇങ്ങനെ ഓരോരുത്തരായി വരുന്നു. ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു റിനി ആൻഡ് ജോർജിന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് VD സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മീൻസ് ഇപ്പം പുള്ളിയെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട്. അതിനു മുമ്പ് തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം പുള്ളി രാജിവെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്ന് തന്നെയാണ് VD സതീശന്റെ ഒരു തീരുമാനം, അതായത് നേരത്തെ വലിയ സീനിയർ നേതാക്കന്മാരുമായിട്ടൊക്കെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു തീരുമാനം അവതരിപ്പിക്കുന്നത്. ആ സമയം മുതൽ തന്നെ VD സതീശനോട് യുവ നേതാക്കൾക്കിടയിൽ, അല്ലെങ്കിൽ യുവ നേതാക്കൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും അടക്കം ഒരു എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ എതിർപ്പ് ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു നീക്കം ഇവിടെ നടക്കുന്നത്. കേരളത്തിലേക്ക് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായി. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മാറ്റം, അല്ലെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മറുകണ്ഠം ചാടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു 7 വർഷക്കാലമൊക്കെയാണ് ഈ പറയുന്ന ഒരു സെക്രട്ടറി എന്ന് പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം പലപ്പോഴും ഈ ഗാന്ധി കുടുംബം, അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് പറയാൻ പറ്റില്ല, നെഹ്റു കുടുംബം അനുവദിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ 9 വർഷം ആകാൻ പോകുന്നു. ഈ 9 വർഷം ആകുന്ന ഈ സാഹചര്യത്തിൽ മിക്കവാറും തനിക്ക് ഇനിയും മുന്നോട്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ താൻ അപ്രസക്തനായി പോകും എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നാളെ ഒരു സമയത്ത് രാഹുൽ ഗാന്ധി പറയും മാറേണ്ട കാലാവധി കഴിഞ്ഞു, അപ്പോൾ കാലാവധി ഏറെക്കുറെ കഴിഞ്ഞിരിക്കുക. പിന്നെ ഇനി ആകെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ ഇറങ്ങുന്ന ഒഴിവിലേക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വഴി. അതും എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യം അറിയില്ല. കാര്യം കഴിഞ്ഞ തവണത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ അടക്കമുള്ള നേതാവ് മത്സരിച്ചതാണ്. അതോടൊപ്പം മറ്റ് ഇതിനേക്കാൾ യോഗ്യരായ പല നേതാക്കന്മാരും KCയെ വെട്ടിക്കൊണ്ട് മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളൊരു വേറൊരു പ്രശ്നം കൂടി KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഇത്രയും സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേരളമാണ് ഇനിയും പിടിമുറുക്കാൻ പറ്റിയൊരു മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് KC വേണുഗോപാൽ വളരെ കൃത്യമായി കേരളത്തിലേക്ക് ഇറങ്ങി പയറ്റാൻ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഇവിടുത്തെ കൃത്യമായ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുത്തെ യുവാക്കളെ കയ്യിലെടുക്കാൻ KC വേണുഗോപാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതുകൊണ്ടാണല്ലോ VD സതീശൻ അവിടെ പറയേണ്ടി വന്നത്, ഞാനിവിടെ വിജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ മെനയുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാൽ കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് VD സതീശനെ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചാണെന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഇവിടെ അറിയാം ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമൊന്നുമില്ല, KC തന്നെ ആയിരിക്കും ഇവിടെ കേരളത്തിൻ്റെ കാരണം അത് ഹൈക്കമാൻഡാണ്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈക്കമാൻഡിൻ്റെ ആൾ. അപ്പം അങ്ങനെയുള്ളൊരു ഹൈക്കമാൻഡിൻ്റെ ആൾ വരുന്ന സാഹചര്യത്തിലും ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള ഒരു നേതാവിനെതിരായി VD സതീശൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യം, ഈ രണ്ട് സാഹചര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു വലിയ ക്രോഡീകരണത്തിന് വേണ്ടി ശ്രമിച്ചത് ഒരാൾ പിന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ്. കാര്യം ഇനിയിപ്പം VD സതീശൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്തോ നേട്ടമെന്ന് ചോദിച്ചാൽ VD സതീശൻ ഒന്ന് അവരെ തേച്ചൊട്ടിച്ചു. കാര്യം രാഹുൽ മാങ്കൂട്ടം പിന്നെ ഈ കാണിച്ച തെണ്ടിത്തരത്തിന് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പിന്നെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് ഈ പറയുന്ന VD സതീശൻ പിന്നെ ഷാഫി പറമ്പിൽ കരുതിയത്. പക്ഷെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല, വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം VD സതീശൻ വളരുന്നതുകൊണ്ട് ഇവർക്ക് നേട്ടമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, അങ്ങനെ ഒരു നീക്കം എടുത്തുകൊണ്ട് തന്നെ
രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു എന്ന് 2026 തെരഞ്ഞെടുപ്പ് രാഹുൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ചർച്ച ചെയ്തതാണ്. 2026 തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടപ്പെട്ടു. ഫലത്തിൽ 5 വർഷം രാഷ്ട്രീയമായി വളരാനുണ്ടായിരുന്ന ഒരു 5 വർഷ സമയം രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടപ്പെട്ടു. ഇതിനകത്ത് CPM-മാർക്ക് ഇടപാടൊന്നുമില്ല. ഇനിയിപ്പം പിന്നെ ഈ പറയുന്ന പലരും CPM-കാരാണ് പെണ്ണ് കേസി കൊടുക്കിയത്. അല്ല, എന്തിനു വെറുതെ CPM-മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന് പെണ്ണ് കേസി കൊടുക്കണം? രാഹുൽ മാങ്കൂട്ടം അത്രയ്ക്ക് വലുതായ ഒരു നേതാവൊന്നും അല്ലല്ലോ. അപ്പോൾ അത് അവൻ്റെ കയ്യിരിപ്പിന് കിട്ടിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നില്ല, മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ചർച്ചകൾക്കായിരിക്കണം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിനായിരിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേണം ഇപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്തേക്ക് ഈ രാഷ്ട്രീയക്കാർ ചെല്ലാം, അല്ല വേറൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പോയതിൻ്റെ ഫലമാണ് പിന്നെ പലയിടങ്ങളിലായി ഇയാൾ തെറ്റുകാരനാണ് എന്നുള്ളത് ഗർഭഛിദ്രം അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള തെറ്റുകാരനാണെന്ന് തെളിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കിയത് CPM അല്ല, മറിച്ച് അവരുടെ പാർട്ടിയിലുള്ള ഈ പറയുന്ന VD സതീശൻ തന്നെയാണ്. VD തന്നെയാണ് അവന് പിന്നെ രാഹുലിനെതിരായിട്ട് നടപടി സ്വീകരിച്ചതും. അപ്പോൾ അതോടുകൂടി പൊതുവേ നമുക്കറിയാം ഷാഫി വളർന്നതും അല്ലെങ്കിൽ ഷാഫി വളർത്തിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ രാഹുലിന് അങ്ങനെ ഒരു ഗതികേട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കേണ്ടത് ഷാഫി പറമ്പിലിന്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു. അപ്പം ഈ പറയുന്ന ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു സ്പ്ലിറ്റ് കൃത്യമായി KC വേണുഗോപാൽ മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാക്കുകയും ഈ രണ്ടുപേരെയും KC വേണുഗോപാൽ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തി. ഷാഫിയെ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിക്കൊരു ന്യൂനപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പിന്നെ ഒരു മുസ്ലിം എന്താ പറയാ സപ്പോർട്ടുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവാണ്. എന്താ ഷാഫി പറമ്പിൽ തൻ്റെ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരമാവധി എനിക്ക് തോന്നുന്നു പരമാവധി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം നിർത്തുന്ന കാര്യത്തിലുമൊക്കെ ഷാഫി പറമ്പിൽ ചെറുതല്ലാത്ത സഹായം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ശക്തമായ ഒരു ന്യൂനപക്ഷ മുഖം നൽകിയ ഒരാൾ ഷാഫി പറമ്പിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രീതിയിലെല്ലാം ഷാഫിയെ മെച്ചപ്പെട്ട ഒരു നേതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് KC വേണുഗോപാൽ ഷാഫിയെ പരമാവധി ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവും ഈ പറയുന്ന KC വേണുഗോപാലും തമ്മിലൊരു ഐക്യം ഉണ്ടാകുന്നു. ആ ഐക്യത്തിന് ശേഷമാണ് ഇവിടെ ഈ പറയുന്ന KC പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇവിടെ 46 വരുന്ന MLA-മാരെ തപ്പിപ്പിടിക്കാൻ, അതായത് ജയിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ MLA-മാർ മത്സരിച്ചിരിക്കുന്ന KC-യുടെയാണ്. അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്താനും ഈ പറയുന്ന ആളുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ MLA-മാരെ അതായത് നേതാക്കന്മാരെ കണ്ടെത്താനും ഒക്കെ ഷാഫി പറമ്പിൽ ശക്തമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു വിജയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം KC വേണുഗോപാലിന് ഉണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇത് അപ്പൊ ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ അതോടുകൂടി VD സതീശൻ അസ്തമിച്ചു എന്ന് പറയേണ്ടി വരും. VD സതീശൻ അസ്തമിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം KC വെക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്നറിയാം, VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ. VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ ആ സ്ഥാനത്ത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ വരണമെന്ന് പറയുന്ന ഒരു നീക്കം ഈ പറയുന്ന KC വേണുഗോപാൽ വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ KPCC എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് കൃത്യമായി സർക്കാരിലേക്ക് ഇടപെടൽ നടത്താൻ കഴിയും. അപ്പോൾ ആ ഇടപെടൽ KC വഴി ഷാഫി വഴി ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒരു വഴിക്ക് പോകും, KC-യുടെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി വേറൊരു വഴിക്ക് പോകും. ഇതാണ് ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VD സതീശൻ ഏറെക്കുറെ അപ്രസക്തനായി മാറും. അപ്രസക്തനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, ഇപ്പം മുഖ്യമന്ത്രി ആകുന്നില്ല എന്ന് വെച്ചു. അപ്പം VD സതീശൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഞാൻ ക്യാബിനറ്റിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. കാരണം ഇനിയിപ്പം KC വേണുഗോപാൽ വന്നിരുന്നാലും RC വന്നിരുന്നാലും ശരി, ഈ രണ്ട് നേതാക്കന്മാർ വന്നിരുന്നാലും ശരി, ഇവിടെ VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. മന്ത്രിസഭയിൽ ഉണ്ടാകാത്ത ഒരാൾ വെറും MLA ആയി തുടരും എന്നാണ് അർത്ഥം. 5 വർഷം VD സതീശന്റെ MLA ആയി മാത്രമായി അങ്ങ് പോകും. അപ്പോൾ 5 വർഷം MLA ആയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ഈ പറയുന്ന സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു ഉറപ്പുമില്ല. UDF അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് ഒരു ഉറപ്പുമില്ല. അതാ ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തമ്മിത്തല്ല് കാരണം 10ാം ക്ലാസ്സിലെ ഫലം വൈകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം കടുത്ത മാനസിക അല്ലെങ്കിൽ കടുത്ത ആശങ്കയിലാണ് കുട്ടികൾ നിൽക്കുന്നത്. അടുത്ത അഡ്മിഷൻ എടുക്കാനുള്ള സമയം മെയ് ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 12 ആയി. ഇനിയും വൈകി ഒരു മന്ത്രിസഭ കൊണ്ട് അപ്പം മെയ് 20ഓളം ആകും.
ഈ പറയുന്ന മെയ് മാസം 20 ആകും മിക്കവാറും അടുത്ത ഒരു മന്ത്രിസഭ അധികാരത്തിലേക്ക് കയറുമ്പോൾ. കാര്യം ഈ ഒരു നിലയിലാണ് ഈ 20 എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പരമാവധി ഇങ്ങോട്ടിട്ടാണ്. കാര്യം ഇന്ന് നാളെയൊക്കെ ആയിട്ട് അവരുടെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം. പിന്നെ ഇനി അടുത്തടി വരാൻ പോവാണ്, മന്ത്രിമാരെ തീരുമാനിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അടുത്തൊരു തല്ല് നടക്കും. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് വകുപ്പ് വിഭജനം വരുന്നു. വകുപ്പ് വിഭജനവും വന്ന് ഏറ്റവും ഒടുവിൽ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് വരുമ്പോൾ ഈ 20 അല്ല, വീണ്ടും ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ പറയുന്ന പോലെ ഒരു അസ്ഥിരത എപ്പോഴും ഇവിടെയുണ്ട്. ഇപ്പൊ തന്നെ പലയിടങ്ങളിലും ഭരണസ്തംഭനം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോവുക. ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ട്രെയിനിങ്ങുകൾ ഇപ്പോൾ നടന്നിട്ടില്ല. സ്കൂൾ ഈ പറയുന്ന അധ്യാപകർക്കുള്ള ട്രെയിനിങ് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറ്റ്നസ് പരിശോധന പാതി വഴി കിടക്കുന്നു. നമുക്ക് സ്കൂൾ തുറക്കാൻ ഇനി കൂടി വന്ന 10-18 ദിവസം കൂടി ഉള്ളൂ. അപ്പം ഈ സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഭരണസ്തംഭനത്തിൽ കിടക്കുകയാണ് കേരളം. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഈ പറയുന്ന ഈ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ KC മുഖ്യമന്ത്രി ആവുകയും ചെയ്യും, VD സതീശൻ മന്ത്രിസഭയിൽ ഇല്ലാതെ തുടരുന്നു, പുള്ളിയുടെ 5 വർഷം അങ്ങ് നഷ്ടപ്പെടും. ഈ ഒരു ഇത്രയും കേരളത്തിന്റെ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് നോക്കുമ്പോൾ VD സതീശന് ഇനി ഒരു അവസരം കൂടി ലഭിക്കാനും പാടാണ്. ഇപ്പൊ നോക്കിയാൽ എനിക്ക് തോന്നുന്നു 67 വയസ്സോളം ഉണ്ട് നമ്മുടെ എനിക്ക് പിന്നെ ഇദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല 70 വയസ്സോളം ഉണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. 65, 66 ആ റേഞ്ചിലാണ് KC വേണുഗോപാൽ. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ പ്രായത്തിൻ്റെതായ ഒരുപാട് കളികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് നോക്കുമ്പോൾ VD സതീശന് അങ്ങോട്ട് 63 അപ്പം 68 വയസ്സോളം അടുത്ത തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോഴൊക്കെ വീണ്ടും ഈ പറയുന്ന ഇത് കണ്ടു ജനം. ഇപ്പൊ തുടക്കത്തിലുള്ള ഈ ഒരു പ്രശ്നം ജനങ്ങൾ കണ്ടു. ഇനി അങ്ങോട്ട് പോകെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ. കാര്യം KC ഭരിക്കുകയാണെങ്കിൽ VD സതീശൻ സമ്മതിക്കുമോ? ഇനി അല്ല രമേശ് ചെന്നിത്തല ഭരിക്കുകയാണെങ്കിൽ VD സതീശൻ സമ്മതിക്കുമോ? ഇനി VD സതീശനെ തുടരാൻ സമ്മതിക്കുമോ? നമ്മുടെ കൺഫ്യൂഷൻസ് ആണ്. ഇപ്പൊ ഓരോ വകുപ്പുകളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ സർക്കാർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. സോ അതുകൊണ്ട് അടുത്ത ഒരു 2031 കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും UDF ജയിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതോടുകൂടി ആ ഒരു ചാൻസ് അടയുകയാണ്. പിന്നെ VD സതീശന് വീണ്ടും മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഒരു 63 വയസ്സാണെന്ന് വെച്ചാൽ 68 ആവും. അപ്പോൾ 73 വയസ്സാവും വീണ്ടും VD സതീശന് വീണ്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും ഒക്കെ ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകുക, ഇല്ലാന്നുണ്ടെങ്കിൽ കടിച്ചു തൂങ്ങി അവരോടൊക്കെ പൊരുതിക്കൊണ്ട് VD സതീശൻ നിലനിന്ന് പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഷാഫി VD സതീശനോട് കാണിച്ച അനീതി വളരെ വലുതാണ്. അതിനെ ശുദ്ധ അസംബന്ധം എന്ന് തന്നെ പറയേണ്ടി വരും.